ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി വേൾഡ്. ഇന്ന് നമ്മൾ കുട്ടികളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബനാന ചിപ്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു സ്നാക്കാണിത്. അപ്പം നമ്മൾ എപ്പോഴും ഇത് കടകളിൽ നിന്നൊക്കെ വാങ്ങാറല്ലേ പതിവ്. ഏത് എണ്ണയിലാണ് ചെയ്തെടുക്കുന്നതെന്ന് അറിയാത്ത ബനാന ചിപ്സൊക്കെ കഴിച്ചാൽ ഹെൽത്തിന് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് വീട്ടിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല മൂപ്പുള്ള പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 പച്ചക്കായ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വശങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് കത്തി വെച്ച് മെല്ലെ ഒരു മുറിവുണ്ടാക്കിയിട്ട് ഉള്ളിലെ പഴം മാത്രം നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ മുഴുവൻ പഴവും നമുക്ക് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്ക് ഒരു കത്തി വെച്ചിട്ട് നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ കൈകളിൽ അല്പം വെളിച്ചെണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ കറയാവാതെ ക്ലീൻ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പച്ചക്കായ കട്ട് ചെയ്യുന്ന ടൈമിൽ കൈയൊക്കെ കറ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതൊരു കത്തി വെച്ചിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മൾ പഴമൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്ത് വെക്കേണ്ട ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടായാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മാക്സിമം ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഹെൽത്ത് വൈസും നല്ലത്, ടേസ്റ്റും അത് തന്നെയാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണ് താല്പര്യമെങ്കിൽ അങ്ങനെയാലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമ്മളിത് നന്നാക്കിയിട്ട് ഫ്രൈ ആക്കി മാറ്റിയെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ജസ്റ്റ് ഇത് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഒരു സൗണ്ട് ഡിഫറൻസ് മനസ്സിലാവും. അതായത് കുറച്ച് ക്രിസ്പി ആയതിൻ്റെ ഒരു സൗണ്ട് ഡിഫറൻസ് മനസ്സിലാകും. അതുവരെ നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളിത് വറുത്തെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വറുത്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളം അല്പം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ഒരു സ്പൂൺ വെച്ചോ കൈ വെച്ചോ ഒന്നുമല്ല കുടഞ്ഞു കൊടുത്ത ശേഷം നമ്മൾ ആ വെള്ളം ഇതിലേക്ക് കുടഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ബബിൾസൊക്കെ ഉണ്ടാവും. വെള്ളം എണ്ണയിലേക്ക് ചേർത്തതിൻ്റെ ഒരു ബബിൾസൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് മെല്ലെ താഴ്ന്ന ശേഷം, അതായത് ആ വെള്ളം മൊത്തമായിട്ടൊന്ന് വറ്റിയ ശേഷം വേണം നമ്മൾ ഈ ചിപ്സ് ഇതിൽ നിന്ന് കോരി മാറ്റാനായിട്ട്. എണ്ണയൊക്കെ വാർത്ത് നമ്മൾ ചിപ്സ് കോരി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബനാന ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസിയാണ്, ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്ത് വൈസും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ കമൻസൊക്കെ ട്രൈ ചെയ്തിട്ട് തന്നെ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്ര സിമ്പിളായ റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.